ഇന്നെനിക്ക് വീഡിയോ എടുക്കാനും ഫോണും ക്യാമറ ഒന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ വെച്ചുണ്ടാക്കുന്നതൊന്നും കാണിക്കാതെ. ഇവന് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവനക്ക് പിന്നെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. ഒന്നുകിലും അകത്തുണ്ടാവും, എല്ലാന്നുണ്ടെങ്കിൽ പുറത്തുണ്ടാവും. ഞാനും തന്നെ പിന്നെ ഒന്നും മിണ്ടില്ല. അവൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന് വെച്ചു. ഞാൻ ഡെയിലി തട്ടിക്കൊട്ടുന്നതൊന്നും പോരാഞ്ഞിട്ട് അവൻ്റെ ഓരോരോ തട്ടിക്കൊട്ടല്. ഇവൻക്കാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ഷർട്ടും ഫള്ളും കുറച്ച് കൂടുതലാണേ. എന്തെങ്കിലും പണി അവന് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും കഴിയൂല കേട്ടോ. അപ്പൊ പിന്നെ അവര് കാത്തുനിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിയാവില്ല. അപ്പൊ ഞാൻ എൻ്റെ പണിയെടുത്തു, അവൻ അവൻ്റെ പണിയെടുത്തു. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നിത് എനിക്ക് ഫോണും ക്യാമറ ഒന്നും കിട്ടില്ല കേട്ടോ, വീഡിയോ എടുക്കാനും വെച്ചുണ്ടാക്കുന്നത് എടുക്കാനൊന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ചെയ്തു. അപ്പോൾ അത് ചോറ് വെച്ചു, അതുപോലെ തന്നെ കുമ്പളങ്ങ കറിയാണ് വെച്ചത്, തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ. കുമ്പളങ്ങയും അതുപോലെ തന്നെ പരിപ്പും 2 പച്ചമുളകും ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാറും പൊടിയും കൂടി ഇട്ടിട്ട് വെച്ചതാണ്. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും പൊട്ടിച്ചെടുത്തു, വേപ്പിലയും ഇട്ട് കൊടുത്തു, അങ്ങനെ ഒരു കറി വെച്ചതാണ്. പിന്നെ ഒരു ഇത്തിരി പുളിയും പിഴിഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അത് തിളപ്പിച്ചറിയ വെള്ളം ഇത്തിരി കഞ്ഞി എടുത്ത് വെച്ചിരുന്നു. പിന്നെ മോൾക്ക് വേണമെങ്കിൽ കുടിക്കാമെന്ന് വെച്ചിട്ട്, അവൾ വീട്ടിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇടയ്ക്കൊരു കഞ്ഞി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കൂളില്ലാത്ത ഒരു ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ്. പിന്നെ അത് പപ്പടവും ഉണ്ടായിരുന്നു, പിന്നെ അത് ബത്തള് മീനായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഫോൺ കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഷിബിലിമോൾക്ക് ലീവായിരുന്നില്ലേ. അപ്പോൾ അവൻ്റെ റൂമൊക്കെ ഒന്ന് തട്ടിക്കൊട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് കാരണട്ടാണ് എനിക്കൊന്ന് ഫോണും ക്യാമറ ഒന്നും കിട്ടാഞ്ഞത്. ഇവന് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ അകത്ത് എന്തെങ്കിലും പണി ഉണ്ടായിരിക്കും, എല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് എന്തെങ്കിലും പണി ഉണ്ടായിരിക്കും കേട്ടോ. എന്തെങ്കിലും പണി എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും കഴിയില്ല കേട്ടോ. എനിക്ക് ഷർട്ടും പാലും കുറച്ച് കൂടുതൽ, എന്നാലും വേണ്ടില്ല ഞാൻ അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് വെക്കും. എന്ത് കാര്യം ചെയ്യുകയാണെന്നില്ല അതിൻ്റേതായ ചിട്ടയിലോട്ടോ ചെയ്യുള്ളൂ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ലേ, അതന്നെയല്ലേ നല്ലത്. അപ്പോൾ വീഡിയോ കാണുന്നവരെയൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. പിന്നെ വീഡിയോ കാണുന്ന ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കട്ടെ. ഇന്നത്തെ ലൈക്കൊക്കെ നമ്മുടെ ഷിബിലി മോൻക്ക് കൊടുക്കണം കേട്ടോ നിങ്ങൾ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റുകളിലൂടെ അറിയിക്കണേ. നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് നമ്മൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമായിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എല്ലാവർക്കും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ബെഡ്റൂം ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഷിബിലിമോൻ്റെ റൂമായിട്ട് ഒന്ന് ക്ലീൻ ആക്കുന്നത്. അതിന് ഞാനില്ല, അവൻ തന്നെയാണ് മൊത്തം ചെയ്യുന്നത്. എനിക്ക് ബാക്കി അടുക്കള പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയൊരു ബെഡ്റൂം അല്ലേ, അപ്പോൾ അത് പിന്നെ അവനക്ക് ചെയ്യാനുള്ള. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ വരണമെന്ന് വെച്ചപ്പോൾ അവനും പറഞ്ഞു വേണ്ട, നിങ്ങൾ അടുക്കള പണി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പണിയെടുത്തു, അവൻ അവൻ്റെ പണിയെടുക്കുന്നുണ്ട്. നമ്മൾ 4 പേരാണെങ്കിൽ ഒരു ചെറിയൊരു ഫാമിലി അല്ലേ, അപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഞാൻ നല്ല പഴകിയ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഒഴിവാക്കൂട്ടെ. എനിക്കിങ്ങനെ എടുത്തു വെക്കണ ഒരു സ്വഭാവമില്ല കേട്ടോ. എനിക്ക് പരന്ന് കിടക്കുന്നതും ഇഷ്ടമില്ല, അതുപോലെ തന്നെ ഇങ്ങനെ എടുത്തു വെക്കുന്നതും ഇഷ്ടമില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുള്ളൂ കേട്ടോ. എന്നാലും പിന്നെ അവൻ്റെ ഇഷ്ടത്തിനായിക്കോട്ടെ എന്ന് വെച്ചു. അവന് റാക്കിൻ്റെ മുകളിലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്ക് പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ കുഞ്ഞോളും വേണ്ടല്ലേ, അവനെന്തോ ആവശ്യത്തിന് വിളിച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കുന്ന കേട്ടോ കാണും. പിന്നെ അത് അവിടുന്ന് വന്നോട്ട് വീണ്ടും അവൻ്റെ പണി അവൻ തുടങ്ങി. ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളല്ലോ ഇവിടെയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി, അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി. നിങ്ങൾ നമ്മുടെ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടില്ല, കട്ടിലൊക്കെ നടുവിൽ തന്നെ എടുത്തിട്ട് ആ നോമ്പിൽ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ വീണ്ടും മറ്റേ ചിലക്ക് ആക്കി വെച്ചതായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിസ്കരിക്കാനൊക്കെ അവിടെ സൗകര്യം കുറവാണ് അങ്ങനെ ഇട്ടപ്പോൾ. എന്നിട്ട് ഇന്ന് വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അവനക്ക് ഇഷ്ടം എങ്ങനെയാണ് ഭംഗിയെന്നാണ് പറഞ്ഞത് കേട്ടോ. ഭംഗിയുണ്ട്, പക്ഷേ നമുക്ക് സൗകര്യം കുറയാം കേട്ടോ അങ്ങനെ ഇട്ടപ്പോൾ. പിന്നെ നല്ല വലിപ്പമൊന്നുമില്ലല്ലേ റൂം. പിന്നെ അത് ലാഡറൊക്കെ വെച്ചിട്ട് മുകളിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ അത് ഫിനിമോളും കൂടെ ഉണ്ട്. ഭയങ്കര പേടിയാട്ടോ ആൾക്ക് ഉയർത്ത് കയറാൻ, മരത്തുമ്പോൾ കയറാനൊക്കെ ആൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ റാക്കുമ്പോൾ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ പഴയ പുസ്തകങ്ങളെല്ലാം കൂടി അവിടെ വെച്ചിരുന്നു കേട്ടോ. ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ താഴേക്ക് തന്നെ ഇറക്കാണ്, വേണ്ടത് മാത്രം അവിടെ വെക്കാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പഴയ പുസ്തകങ്ങളൊന്നും പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ സമ്മതിക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരില്ലേ. പിന്നെ ഫിനിമോൾക്കും തന്നെ എന്തെങ്കിലും ഒട്ടിക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരും. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ സമ്മതിക്കാറില്ല. പിന്നെ അതേ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അപ്പോഴേക്കും ഫിനിമോളോടും ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റും, അവളും എണീറ്റു കേട്ടോ. പിന്നെ അതേ റാക്കിൻ്റെ മുകളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. നിങ്ങൾ വിചാരിക്കില്ല ഇത് റാക്കിൻ്റെ മേലിൽ എന്തോ കുറേ കമ്പികളെന്ന്. അതെന്താണെന്നറിയോ, നമ്മുടെ മുറ്റം ഷീറ്റിട്ടപ്പോൾ ബാക്കി കമ്പി ബാലൻസ് വന്നിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സ്റ്റാൻഡ് അടിച്ചിട്ടാട്ടോ. ഇനി ഇൻഷാല്ല കാശുണ്ടാകുമ്പോൾ അവിടെ ഡോറ് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കയറ്റി വെക്കല്ലോ, അതിന് ചെയ്തത് ഒരു ഐഡിയ ആണ്. നമ്മൾ റാക്കിൻ്റെ മുകളിലൊന്നും എപ്പോഴും ക്ലീൻ ആക്കൂലല്ലേ, നനച്ചിൽ വരുമ്പോഴല്ലേ കാര്യമായിട്ട് റാക്കിൻ്റെ മുകളിലൊക്കെ ഒന്ന് നേരാക്കാൻ പറ്റുക. നമ്മൾ തട്ടിക്കൊട്ടും മന്ത്ലി ക്ലീനിക്കൊക്കെ ചെയ്യും. അപ്പോൾ റാക്കിൻ്റെ മുകളിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യില്ലല്ലേ. ഇതേതായാലും പിന്നെ ഷിബിലിമോനാണ്ട് ഒരുങ്ങിയതുകൊണ്ട് അതാണ്ട് കഴിഞ്ഞു.
പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലായിട്ടൊന്നും പരന്ന് കിടക്കൂല കേട്ടോ, റാക്കിൻ്റെ മുകളിലായാലും അകത്തായാലും. കാരണം ഞാൻ ഇടയ്ക്കിടെ ചെയ്യാറുള്ളതല്ലേ. നമ്മൾ എന്ത് കാര്യമായാലും കുട്ടികൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കാതിരിക്കരുത് കേട്ടോ. അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന അത്ര വൃത്തിയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, എന്നാലും അവർ ചെയ്യുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് കേട്ടോ വേണ്ടത്. എന്നാലേ അവർക്കും തന്നെ ഒരു ഇൻട്രസ്റ്റ് വരുമല്ലോ. പിന്നെ എന്താ പറയുക, പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി വരും. അപ്പോൾ എന്ത് കാര്യം അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇവിടെ പിന്നെ ഫിനിമോളായാലും ഷിബിലിമോനായാലും എന്ത് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയില്ല കേട്ടോ. അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് വെക്കും. ലാസ്റ്റ് എന്നോട് ചോദിക്കൂട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ താങ്ക് യു എന്ന് പറയട്ടെ. അപ്പോൾ അഥവാ ഞാൻ താങ്ക് യു എന്ന് പറയാൻ മറന്നു കിടന്നുണ്ടെങ്കിൽ അപ്പം എന്നോട് ഷിബിലിമോനും ഫിനിമോളും പറയുന്നത് ഒരു താങ്ക് യു കൂടി ഇല്ല. അങ്ങനെ ഒരു വർത്താനം കേട്ടോ അവർക്ക് രണ്ടുപേർക്കും. എന്ത് കാര്യത്തിന് നമ്മൾ അവർക്ക് എത്രത്തോളം സ്നേഹം കൊടുക്കുന്നവോ അത്രത്തോളം സ്നേഹം നമ്മൾക്കും തിരിച്ചു തരും, അത് ഉറപ്പാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയിട്ട് നമ്മൾ അവരോട് ഫ്രണ്ട്ലി ആയിക്കൊണ്ട് ഇരിക്കണം കേട്ടോ. അങ്ങനെ കൂട്ടുകാരനും കൂട്ടുകാരിയും ഒക്കെ ആയിരിക്കുമ്പോഴാണ് അവർ എന്ത് കാര്യവും നമ്മോട് തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് അവർക്ക് വരികയുള്ളൂ. ഇവിടെ പിന്നെ രണ്ടുപേരും അങ്ങനെ തന്നെ കേട്ടോ. ഷിബിലിമോനൊക്കെ നല്ലോണം തമാശ പറയും. ഞാൻ നമ്മുടെ വീഡിയോസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ. അങ്ങനത്തെ റാക്കിൻ്റെ മുകളിലൊക്കെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ് ഉഷാറായില്ലേ. പിന്നെ അൽമാര മുകളിലാട്ടോ ക്ലീൻ ആക്കുന്നത്. ഇവിടെ എണ്ണക്കുപ്പി, സ്പ്രേ, അതുപോലെ തന്നെ ചീർപ്പ് അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു ഷീറ്റും വിരിച്ചിരുന്നു. അപ്പോൾ അതിലത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടെ കച്ചറാവുന്ന വെച്ചിട്ട് ചെയ്യണം. നോക്ക് ചെറുതായിട്ട് അടക്കി എടുക്കാം കേട്ടോ. അത് കൊട്ടിക്കഴിഞ്ഞാൽ അവിടെ നിലത്താകെ കച്ചറാവൂലേ. അപ്പോൾ അതങ്ങനെ റോളാക്കി എടുത്തോ. എന്നിട്ട് അവിടെ നല്ലോണമൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഉണങ്ങിയ തുണി കൊണ്ടാട്ടോ തുടക്കുന്നത്. അത് തകരത്തിൻ്റെ അൽമാരല്ലേ, അപ്പോൾ പിന്നെ ഉണങ്ങിയ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഷീറ്റ് തന്നെ നല്ലോണം തുടച്ചിട്ട് വീണ്ടും അവിടെ വെച്ചിട്ട് സാധനങ്ങളൊക്കെ നല്ല പോലെ തന്നെ അവിടെ അടുക്കി വെക്കുകയാണ്. അവൻ തന്നെയാണ് കേട്ടോ ക്യാമറ ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതൊക്കെ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീഡിയോ എടുക്കുന്നത് ആരാണെന്നൊക്കെ. ഞാൻ എപ്പോഴും വിചാരിക്കും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ, പക്ഷേ ടൈം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അടുക്കള പണികളുടെ ഒക്കെ വീഡിയോസ് ഉണ്ടല്ലോ അതൊക്കെ തന്നെയാണ് ചെയ്യും. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും ആ ഒരു വീഡിയോസുമായിട്ട് വരട്ടെ. പിന്നെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. വീഡിയോ എടുത്തു കഴിഞ്ഞാലോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 30-40 ഒക്കെ മിനിറ്റ് ഉണ്ടാവും. അത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ 5-10 മിനിറ്റ് ആക്കി എടുക്കുന്നത്. അത്രയ്ക്കും റിസ്ക് പിടിച്ചൊരു കാര്യമാണ് എഡിറ്റ് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ. ഒരു വീഡിയോ കാണാൻ എത്ര എളുപ്പമാണല്ലേ, എന്നാലോ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കുമ്പോൾ എങ്ങോട്ടാ സമയം പോകുന്നതെന്ന് അറിയൂലല്ലേ. എനിക്കാണെന്നുണ്ടല്ലോ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ എഡിറ്റ് ചെയ്യുമായിരിക്കാം. അപ്പോഴേക്ക് കാലിൽ വെരിക്കോസ് ഉള്ളതുകൊണ്ട് കാല് കടഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ തന്നെ അങ്ങനെ ഉറക്കം തോങ്ങൂട്ടോ. ബെഡിലേക്ക് ഫോൺ അങ്ങനെ വീഴും. എൻ്റെ അവസ്ഥ അങ്ങനെ കേട്ടോ. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ മുട്ടി തട്ടിയിട്ട് ഞാൻ പിന്നെ ഓരോ ദിവസം ഡെയിലി വീഡിയോ ഒപ്പിക്കാറുണ്ട്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറങ്ങും, എന്നാലും ഒരു 10 മിനിറ്റ് കേട്ടോ, അതിൽ കൂടുതലൊന്നും ഉറങ്ങാറില്ല. ആ 10 മിനിറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ വൈകുന്നേരം എൻ്റെ കണക്കായിരിക്കും. എന്നിട്ട് ഞാൻ വീണ്ടും എഡിറ്റൊക്കെ ചെയ്തിട്ടാ നമ്മുടെ ഓരോ വീഡിയോസും ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇങ്ങനെയൊക്കെ കേട്ടോ എൻ്റെ അവസ്ഥ. ഞാൻ വോയിസ് വിടുന്ന സമയത്ത് നല്ലോണം കാറ്റടിക്കുന്നുണ്ട്. പേരക്കൻ്റെ കൊമ്പങ്ങളൊക്കെ ഷീറ്റുമൊക്കെ അങ്ങനെ പിന്നെ ആടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇന്ന് പിന്നെ മഴയൊന്നുമില്ലല്ലേ, നല്ല വെയിലാണല്ലേ. എല്ലാവരും തുണികളും ഉണങ്ങിയിട്ടുണ്ടാവില്ല. ഇടയ്ക്ക് ഒരു വെയിൽ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം പറ്റ പോക്കാണല്ലേ. എത്ര വെയിലത്തിട്ട് ഡ്രസ്സുകൾ ഉണക്കുന്ന പോലെ ആകില്ലല്ലോ. മെഷീനിലിട്ടിട്ട് ഉണക്കിയാൽ വർഷക്കാലത്ത് ശരിക്കും ഡ്രസ്സുകളൊന്നും ഉണങ്ങില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് വെയിൽ വരുന്നത് നല്ലതാണ്. അങ്ങനത്തെ അവിടെ ടീഫോയിൻ്റ് എന്നിട്ട് അവിടെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ടാത്ത പുസ്തകങ്ങളാട്ടോ. ഇതൊന്നും ഇനി വേണ്ടാനക്കാണ്ട് അത് ആക്രിക്ക് കൊടുത്താളിന്ന് പറഞ്ഞാണ്ട് അത് ബാക്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ടോ നമ്മുടെ വീടിൻ്റെ. പിന്നെ അത് ഫാൻ ഞാനൊന്ന് തുടച്ച് കൊടുത്തിരുന്നു. പിന്നെ വീണ്ടും അവനൊന്നും കൂടി ഒന്ന് തുടച്ചെടുത്തു. പിന്നെ അത് തട്ടിക്കൊട്ടലൊക്കെ തുടങ്ങിയിട്ട് മാറാൽ തട്ടിയിട്ടിട്ടാ. കാരണം എന്താ വെച്ചാൽ മാറാൽ തട്ടാനില്ല. പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും അവനക്കും ശരിക്ക് മാറാലിൻ്റെ കൊള്ളി എത്തും. ഞാൻ കഴിഞ്ഞ മന്ത്ലി ക്ലീനിങ്ങിന് ഒരു PVC പൈപ്പൊക്കെ അതിമേ വെച്ചുകൊണ്ട് ഒക്കെ മാറാൽ തട്ടി. പക്ഷെ പെട്ടെന്ന് മാറാല വന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം എനിക്ക് മാറാൻ മാത്രം തട്ടി തന്നു. ഇനി ഏതായാലും മന്ത്ലി ക്ലീനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇക്കുള്ളൊരു ദിവസം ചെയ്യാമെന്ന് വെച്ചു. അങ്ങനത്തെ അവന് കട്ടിൻ്റെ താഴെയൊക്കെ അടിച്ചു വാരാണ്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എൻ്റെ അടിച്ചുവാലും തുടക്കലും ഒക്കെ കഴിഞ്ഞിരുന്നോട്ടെ ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അതിൻ്റെ തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അടിച്ചു വാരി തുടക്കം വെച്ചപ്പോൾ ഓന് ഓക്കെ എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. മറ്റേത് ഞാൻ എൻ്റെ അടിച്ചുവാലും തുടക്കലൊന്നും അവിടെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റുള്ള പണികളൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പണി കഴിച്ചു. അവൻ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന് ക്ലീൻ ആക്കിക്കോളെന്ന് വെച്ചു. അങ്ങനത്തെ തുടക്കലും തുടങ്ങി.
കട്ടിലിൻ്റെ താഴ്ഭാഗം ടീഫോയിൻ്റെ താഴ്ഭാഗം അതേപോലെ ഡ്രസ്സിങ് സ്റ്റാൻഡിൻ്റെ താഴ്ഭാഗം അതൊക്കെ ആദ്യം തന്നെ തുടച്ചെടുത്തത്. നമുക്ക് എല്ലാം ഒന്നും നമ്മുടെ വീഡിയോസിലൊന്നും കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടി പോകൂലേ. പിന്നെ ഇത് ഫാന് കാണിച്ചു തരാൻ പറയട്ടെ. ഫാന് തുടച്ചപ്പോൾ നല്ല സ്പീഡ് ഉണ്ട് എന്നാട്ടോ പറയുന്നത്. എങ്ങനെ നമ്മൾ തുടച്ചെടുത്താലും അതിമുണ്ടാവുമല്ലോ ഒരു സൈസ് പൊടിയില്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് തട്ടിയെടുത്തപ്പോൾ നല്ലോണം സ്പീഡ് ഉണ്ടെന്ന് പറയുമായിരുന്നു. അങ്ങനെ അത് ബെഡ്ഷീറ്റ് പിന്നെ അത് തന്നെ ഇട്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ അത് ഇട്ടിട്ട്. അപ്പോൾ നല്ലോണം തട്ടി കൊട്ടിയിട്ട് അത് തന്നെ ഇട്ടു. ഏതായാലും അൽഹംദുലില്ലാ എനിക്കും തന്നെ റാഹത്തായിട്ടോ ഇത് കണ്ടപ്പോൾ. അപ്പോൾ ആൾ ആദ്യം തന്നെ ഒന്ന് കടന്ന് നോക്കുകയാണ്, എന്നിട്ട് റൂമൊക്കെ ഒന്ന് മൊത്തം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ആയിരുന്നു കേട്ടോ എന്നോട് ചോദിക്കുന്നത്. ഞാനപ്പോൾ അവനോട് കുറേ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി അവനക്ക് എപ്പോഴാണ് തോന്നണമെന്ന് വെച്ചാൽ അവൻ ചെയ്തോട്ടെ. നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ അവർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി വരുള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാ ഷിബിലിമോൻ്റെ ബെഡ്റൂം ക്ലീനിങ് അങ്ങനെ ഉഷാറായി കഴിഞ്ഞു കേട്ടോ. അങ്ങനത്തെ വാതിലൊക്കെ അടച്ച് പിന്നെ അപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചോറ് തിന്നാൻ വേണ്ടി നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതിലിടക്ക് പറയുന്നുണ്ടായിരുന്നു ചോറ് തിന്നാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാളും കൂടി പെട്ടെന്ന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ചോറ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.